ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 96.88 കോടി ആളുകൾ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 47.1 കോടിയും സ്ത്രീകളാണ്. പക്ഷേ ഈ വലിയ വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ ശക്തിയെ പലപ്പോഴും കാര്യമായി പരിശോധിക്കപ്പെടാറില്ല. അവർ രാഷ്ട്രീയ റാലികളിലും ചർച്ചകളിലും പങ്കാളികളാകാറില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് ദിനങ്ങളിൽ അവരുടെ നിശബ്ദ വോട്ടാണ് ഓരോ തവണയും ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. 1950 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ത്യ സാർവത്രിക വോട്ടവകാശം നടപ്പാക്കിയിരുന്നു. പല രാജ്യങ്ങളിലും സ്ത്രീകൾ സമരം ചെയ്ത് നേടിയതാണ് അവരുടെ വോട്ടവകാശം. എന്നാൽ ഇന്ത്യയിൽ 1951-52 ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ വനിതാ വോട്ടവകാശം നടപ്പാക്കി. 1999 പൊതു തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത 59.99% വോട്ടുകളിൽ 63.96% പുരുഷന്മാരും 55.64% സ്ത്രീകളുമായിരുന്നു. എന്നാൽ 2019 മാറ്റങ്ങളുടെ അലയൊലികൾ വന്നു തുടങ്ങി. ബീഹാർ, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ സ്ത്രീ വോട്ട് നിരക്ക് പുരുഷന്മാരെക്കാൾ 3 മുതൽ 5% വരെ കൂടുതലായി. 2024 ഈ മാറ്റം ഗ്രാമീണ മേഖലകളിലും ആദിവാസി മണ്ഡലങ്ങളിലും പ്രകടമായി. ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പുതിയ തിരിച്ചറിവ് നൽകി. സ്ത്രീകളെ ലക്ഷ്യമിടുന്ന പ്രത്യേകമായ പ്രകടന പത്രികകൾ, പ്രഖ്യാപനങ്ങൾ, പദ്ധതികൾ തുടങ്ങിയവ അവർ രൂപപ്പെടുത്തി തുടങ്ങി. ഇന്ത്യയിലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവർ വോട്ട് ചെയ്യാനെത്തുന്നത്. CSDS ലോക്നീതിയുടെ പഠനപ്രകാരം ഭൂരിഭാഗം സ്ത്രീകൾക്കും വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളായ വെള്ളം, വൈദ്യുതി, ശുചിത്വം എന്നിവയാണ്. ഇത് മനസ്സിലാക്കിയ സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും സ്ത്രീകളുടെ ക്ഷേമത്തെ മുൻനിർത്തി പദ്ധതികൾ ആവിഷ്കരിക്കാൻ തുടങ്ങി. 2016 ആരംഭിച്ച ഉജ്ജ്വല യോജന പ്രകാരം 10.33 കോടി ഗ്യാസ് കണക്ഷനുകൾ സ്ത്രീകൾക്ക് ലഭിച്ചു. 2025 വരെ ജൻധൻ യോജനയുടെ കീഴിൽ 54.58 കോടി വനിതകൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. അങ്ങനെ ഒട്ടനവധി പരിപാടികൾ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകളെ സ്വാധീനിക്കാൻ വേണ്ടി അണിയറയിൽ ഒരുക്കി തുടങ്ങി. 2021 ബംഗാളിൽ പ്രായപൂർത്തിയാകുന്നതുവരെ പെൺകുട്ടികളെ വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കാനും അവർക്ക് വിദ്യാഭ്യാസം നൽകാനും മമതാ ബാനർജി നടപ്പിലാക്കിയ കന്യാശ്രീ പദ്ധതി, നിർധന കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് ധനസഹായം നൽകുന്ന രൂപശ്രീ പ്രകൽപ പദ്ധതി തുടങ്ങിയവ സ്ത്രീകളെ ആ പാർട്ടിയോട് അടുപ്പിച്ചു. സ്ത്രീകൾക്ക് ഭരണരംഗത്തും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ അവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ 1.4 മില്യൺ സ്ത്രീകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ബീഹാർ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ 50% സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 30% സീറ്റുകൾ സ്ത്രീകൾക്കായി നിയമപരമായി സംവരണം ചെയ്തിട്ടുണ്ട്. ഇത് സ്ത്രീകളിൽ പഞ്ചായത്ത് തലത്തിൽ നേതൃപാടവം വളർത്തിയെടുക്കാനും ഭാവിയിലെ രാഷ്ട്രീയ നേതാക്കളായി ഉയർന്നു വരാനുമുള്ള വഴിയൊരുക്കി. 2023 പാസായ വനിതാ സംവരണ ബിൽ പ്രകാരം 2029 മുതൽ ലോക്സഭയിലും നിയമസഭകളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യും. 2024 74 വനിതാ MP-മാരാണ് ഭാരതത്തിലുള്ളത്. അതായത് ലോക്സഭയിലെ 543 സീറ്റിലും അവർ സ്വാധീന ശക്തി നേടിയെടുത്തു. കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ സ്ത്രീകളുടെ സാന്നിധ്യം കേന്ദ്ര സർക്കാരിൽ സ്ഥിരമായി വർദ്ധിച്ചു. പ്രത്യേകിച്ച് ആരോഗ്യ, ശാക്തീകരണ, വിദ്യാഭ്യാസ, പ്രതിരോധ, ധനകാര്യ മേഖലകളിൽ വനിതാ മന്ത്രിമാരായി. ആദിവാസി മേഖലയിൽ നിന്ന് രാഷ്ട്രപതിയായി ഉയർന്നുവന്ന ദ്രൗപദി മുർമു, 16 വർഷം അധികാരത്തിലിരുന്ന ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി, വിദേശകാര്യമന്ത്രിയായി പ്രവാസി കാര്യങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത സുഷമ സ്വരാജ്, തമിഴ്നാട്ടിലെ ശക്തിയായ ഭരണാധികാരി, നിരവധി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം ചെയ്ത തമിഴ് ജനതയുടെ അമ്മ ജയലളിത, ഇന്ത്യയുടെ ആദ്യ പൂർണ്ണകാല വനിതാ ധനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ നിർമ്മല സീതാരാമൻ, പശ്ചിമ ബംഗാളിലെ ഉറച്ച ശബ്ദമായി തുടർച്ചയായി മുഖ്യമന്ത്രിയായിക്കൊണ്ടിരിക്കുന്ന മമതാ ബാനർജി, ദളിത് സ്ത്രീകളുടെ പ്രതിനിധിയായി ഉയർന്നുവന്ന മായാവതി, വിദ്യാഭ്യാസം, വനിതാ ശാക്തീകരണം എന്നീ മേഖലയിലെ ഉറച്ച ശബ്ദമായ സ്മൃതി ഇറാനി എന്നിങ്ങനെ രാഷ്ട്രീയ മേഖലയിൽ സ്ത്രീകൾക്ക് വഴികാട്ടിക്കൊടുത്ത് മുന്നിൽ നടന്ന ഒട്ടേറെ പേർ.
ഇതൊക്കെയാണെങ്കിലും ഇനിയും ദൂരങ്ങൾ താണ്ടേണ്ടിയിരിക്കുന്നു. തിരിച്ചറിയൽ രേഖകളില്ലാതിരിക്കുക, കുടുംബ സാമൂഹിക സമ്മർദ്ദങ്ങൾ, നഗരവൽക്കരണ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ചിലത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ ശാക്തീകരണ ക്യാമ്പുകൾ, ബോധവൽക്കരണം തുടങ്ങി നിരവധി ചുവടുകൾ സർക്കാരിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായി വരുന്നുണ്ട് എന്നത് പ്രതീക്ഷാവഹമാണ്. ഇതൊക്കെയാണെങ്കിലും ഇനിയും ദൂരങ്ങൾ താണ്ടേണ്ടിയിരിക്കുന്നു. തിരിച്ചറിയൽ രേഖകളില്ലാതിരിക്കുക, കുടുംബ സാമൂഹിക സമ്മർദ്ദങ്ങൾ, നഗരവൽക്കരണ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ചിലത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ ശാക്തീകരണ ക്യാമ്പുകൾ, ബോധവൽക്കരണം തുടങ്ങി നിരവധി ചുവടുകൾ സർക്കാരിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായി വരുന്നുണ്ട് എന്നത് പ്രതീക്ഷാവഹമാണ്. ഇന്ത്യയിലെ സ്ത്രീ വോട്ടർമാരുടേത് വൈവിധ്യം നിറഞ്ഞ ഒരു സമൂഹമാണ്. അതിൽ ഗ്രാമീണരും നഗരവാസികളും ദളിതരും ആദിവാസികളും വിദ്യാർത്ഥിനികളും അമ്മമാരുമുണ്ട്. അവർ ഓരോരുത്തരും തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് അവരുടേതായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ്. എന്നിരുന്നാലും അവരുടെ വോട്ട് രാജ്യത്തെ രൂപപ്പെടുത്തുന്ന സുപ്രധാനമായ ഒരു ശക്തിയാണ്.